ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾ പറഞ്ഞ വേറൊരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് 2.8. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ത്രീ ഫോഴ്സസ് ആക്ടിങ് അറ്റ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബ്ലോക്ക് ആസ് ഷോൺ ഇൻ ദി ഫിഗർ 2.11. The direction of 300 Newton force may vary, but the angle between them is always 40. Determine the value of theta for which the resultant of three forces is directed parallel to the plane. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് മൂന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു 500, 300, 300. ഇതിൽ ഈ 300 ഫോഴ്സിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഓൾവേസ് 30° അല്ല 40° ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിറ്റർമൈൻ ഫോർ വിച്ച് റിസൾട്ടന്റ് ഓഫ് ത്രീ ഫോഴ്സസ് ഈസ് ഡയറക്റ്റഡ് പാരലൽ ടു ദി പ്ലെയിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ പ്ലെയിന് പാരലൽ ആയിട്ടായിരിക്കും പോവാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ് ഡയറക്ഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ട് അല്ലെ, ഫിഗറിനകത്ത്. ഈ എക്സ് ഡയറക്ഷൻ എന്തായിട്ടായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും എന്ത് പോകുന്നത്? റിസൾട്ടന്റ് പോകുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ വൈ ഡയറക്ഷനിൽ റിസൾട്ടന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആ കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നേരെ തിരിച്ച് ഇനിയും ഇങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക, റിസൾട്ടന്റ് ഓഫ് ത്രീ ഫോഴ്സസ് ഇസ് ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആയിരുന്നെങ്കിൽ നമ്മുടെ സിഗ്മ എഫ് എക്സ് എന്തായാലും 0 ആയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാനുള്ള സംഭവം. സോ ഇവിടെ പാരലൽ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിൽ എന്തുള്ളൂ? റിസൾട്ടന്റ് ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു റിസൾട്ടന്റ് എന്തുണ്ട്? റിസൾട്ടന്റ് സിഗ്മ എഫ് എക്സ് മേക്ക് ചെയ്യുന്നുണ്ട്, സിഗ്മ എഫ് ഐ മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല അല്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു? ഒരു എക്സ് വൈ ഡയറക്ഷനിൽ ഒരു റിസൾട്ടന്റ് എന്തായിരുന്നു? അവിടെ റിസൾട്ടന്റ് എനിക്ക് 1000 ആയിരുന്നു അല്ലെ. റിസൾട്ടന്റ് ഒരു 1000 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഇത് 45° ഒക്കെ ആയിരുന്നു അല്ലെ. ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് 1000 കോസ് 45. ഇത് സിഗ്മ എഫ് എക്സും ഇത് നമ്മുടെ സിഗ്മ എഫ് വൈയുടെ കമ്പോണന്റ് ആയിരുന്നു. ഇവിടെ വന്ന് 1000 സൈൻ 45. ഓക്കെ, ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഈ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ നമുക്കുണ്ടാകുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് പുതിയ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പുതിയ റിസൾട്ടന്റ് ഈ ഡയറക്ഷന് ഈക്വൽ ആയിരിക്കുന്നതാണ്, എലോങ് ദി വൈ ഡയറക്ഷൻ ആയിരിക്കും. വിച്ച് മീൻസ് എന്താ? നമുക്ക് ഈ ഡയറക്ഷനിലൊന്നുമില്ല. ഓക്കെ, ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ കിട്ടി പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇനി വൈ ഡയറക്ഷനുള്ള കമ്പോണൻസ് എല്ലാം ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എഴുതി വെക്കാം. അപ്പൊ ആദ്യം ഈ 300 എടുക്കാം. ഈ 300 എടുക്കുമ്പോൾ ഇതിന്റെ പാരലായിട്ട് ഞാൻ വരച്ചു തരാം. ഇവിടെ ഏകദേശം എങ്ങനെയാണ്? എക്സ് ആക്സിസ് ഇങ്ങനെ പോകുന്നത് അല്ലേ, എക്സ് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് എക്സ് പോയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു 300 ഇങ്ങനെ പോകുന്നു, ഒരു 300 ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, വേറൊരു കളർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഒരു 300 ഇങ്ങനെ, ഒരു 300 ഇങ്ങനെ. ഒരു 300 ഇങ്ങനെ, ഒരു 300 ഇങ്ങനെ, അതുപോലെ തന്നെ ഒരു 500 ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ഓരോ ആംഗിൾ നമുക്ക് നോട്ട് ചെയ്യാം.
തന്നിട്ടുണ്ട്. ഈ ആംഗിള് തീറ്റയാണ്. ഇത് 40 ഡിഗ്രിയാണ്. ഇങ്ങോട്ടാണ് കേട്ടോ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. നമ്മുടെ ഈ ആംഗിള് 330 ഡിഗ്രി. ഇവിടെ ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അല്ലേ, ഇങ്ങനെ ഡയറക്ഷൻ. ഇതൊക്കെ ഡയറക്ഷൻ ഇങ്ങനെ. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത് നമുക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് അറിയാം. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. സോറി, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. വൈ ഡയറക്ഷനിൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ 30 എടുക്കാം. ഈ 30 ഇതിന്റെ ഈ കമ്പോണന്റ് എന്തായിരിക്കും? 30യുടെ ഈ കമ്പോണന്റ്, ഈ മഞ്ഞ 30യുടെ 30 cos തീറ്റ. ഓക്കെ, ഇതപ്പോ എന്ത് വരും? 30 sin തീറ്റ. ഇനി റെഡ് കമ്പോണന്റ് എന്ത് വരും? ഇവിടെ ഈ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത് ഇതാണല്ലോ നമ്മുടെ എക്സും നമ്മുടെ വൈയും ആണ്. ഓക്കെ, ഇത്രയും ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? തീറ്റ പ്ലസ് എന്താണ്? ഇത് 40 ആണല്ലേ? 40 തീറ്റ പ്ലസ് 40. അപ്പൊ അത്രയും മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 30യുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 cos, ഇവിടെ എന്തായിരിക്കും? തീറ്റ പ്ലസ് 40. 30 cos, സോറി ഇവിടെ cos അല്ല, ഇവിടെ എന്ത് വരും? സൈൻ വരും. സൈൻ 40 പ്ലസ് തീറ്റ. ഓക്കെ, ഇവിടെ കിട്ടി. ഇനി ഈ y കമ്പോണന്റ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിരുന്നു. അത് ഇങ്ങോട്ട് വരുമ്പോ എപ്പോഴും ഇങ്ങനെ എടുത്താൽ മതി. സോറി, 1 സെക്കൻഡ്. ഇത് രണ്ടും എക്സിനും വൈക്കും ഇത് ഇവിടുന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കും പോകും, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കും പോകും. വൈ എന്ന് പറയുന്നത് നെഗറ്റീവിലേക്കാണ് വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ടുവേർഡ്സ് വരുന്നുണ്ട്. തന്നെ ഇവിടുത്തെ വൈ കമ്പോണന്റ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഓക്കെ, മൈനസ് നമ്മുടെ ഇതിന്റെ വാല്യൂ എത്രയായിരുന്നു? 500. സോറി, ഇവിടെ 500. നമുക്ക് ഇവിടെ 30 ആണെന്നറിയാം. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് 30 ഡിഗ്രി ആണെന്നറിയാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇത് പാരൽ ലൈൻ, ഇത് പാരൽ ലൈൻ ആണല്ലോ. ഇത് പാരൽ ലൈൻ ആണ്, ഇത് പാരൽ ലൈൻ ആണ്, പാരൽ ലൈൻ ആണ്. ഇതും പാരൽ ലൈൻ, ഇതും പാരൽ ലൈൻ. അങ്ങനെയാണ് ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. 30 ആണ്, ഇത് എന്തായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, this angle will be 30. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇങ്ങോട്ട് ഇത് 500. ഈ ഡയറക്ഷനിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആയിരിക്കും, എക്സിലേക്ക് പോകും. 500 cos 30. ഇങ്ങോട്ട് നെഗറ്റീവ് വരുന്നത് എന്തായിരിക്കും? 500 sin 30. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 60 ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് എന്തായാലും -500
cos 16 വരും. ഓക്കെ, നമുക്ക് സിഗ്മ എഫ് എക്സ് എഴുതാം. ഇതിന്റെ എല്ലാം സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 300 രണ്ട് കമ്പോണന്റ് പോസിറ്റീവ് ആണ് സൈൻ തീറ്റ, കാരണം പറയാം ഇത് ഇങ്ങോട്ട് പോകുന്നു, അപ്പൊ രണ്ട് കമ്പോണന്റ് പോസിറ്റീവ് ആയിട്ട് പോകും. കണ്ടില്ല, ഇത് ഇങ്ങോട്ടാണ്, എവേ ആണ്, അപ്പൊ ഇത് ഇങ്ങനെ പോകും. പക്ഷെ ഇത് ഇങ്ങോട്ടാണ് വരുന്നത്, അപ്പൊ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ, പ്ലസ് പ്ലസ് 300 സൈൻ 40 പ്ലസ് തീറ്റ. Okay, 40 plus theta minus 500 sin 30. ഓക്കെ, അങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്കറിയാം സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് വൈ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടും സൈൻ തീറ്റ പ്ലസ് സൈൻ, നമ്മൾ റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ, 40 പ്ലസ് തീറ്റ ഈക്വൽ ടു 0.8333 എന്ന് വരും. ഓക്കെ, ഇതിനെ ഇനി നമുക്ക് എന്ത് എഴുതാം, നമ്മൾ ഓൾറെഡി ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത് സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, ആ ഫോമിലേക്ക് വിടാക്കാം അല്ലെ. ഇവിടെ എ എന്ന് പറഞ്ഞ തീറ്റ, ബി എന്ന് പറഞ്ഞ 40 പ്ലസ് തീറ്റ, ആ ഫോമിനൊക്കെ ആക്കാം. നമുക്ക് കിട്ടും 2 സൈൻ 40 പ്ലസ് തീറ്റ ബൈ 2 ഇൻറ്റു കോസ് 40 പ്ലസ് തീറ്റ മൈനസ് തീറ്റ ബൈ 2 ഇൻറ്റു 0.8333 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വീണ്ടും സോൾവ് ചെയ്യുന്നു. നമുക്ക് ഈ തീറ്റ ഒക്കെ പോകും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ 2 തീറ്റയാണ് അല്ലെ, 2 തീറ്റ ഇത് 40 ആകുമ്പോൾ 2 വെച്ച് നമുക്ക് വെട്ടി കളയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 സൈൻ എന്ത് വരത്തുള്ളൂ 20 പ്ലസ് തീറ്റ അല്ലേ വരും ഇൻറ്റു കോസ് 40 ഇൻറ്റു 0.833 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം. സൈൻ 20 സൈൻ 20 പ്ലസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം 0.33 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 40. ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, കോസ് ഇൻവേഴ്സ് ചെയ്യാം. അപ്പൊ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കിയാണ് നിങ്ങൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും ഓർക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിസൾട്ടന്റ് ഓഫ് ത്രീ ഫോഴ്സസ് ഈസ് ഡയറക്റ്റഡ് പാരലൽ ടു ദി പ്ലെയിൻ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ y ഡയറക്ഷനിൽ എന്തായിരിക്കും 0 ആയിരിക്കും. സപ്പോസ് ഇനി റിസൾട്ടന്റ് ഓഫ് ദി ഡയറക്റ്റഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് എന്തായാലും 0 ആയിരുന്നു. അപ്പൊ ആ കൺസെപ്റ്റ് വെച്ചു. പിന്നെ നിങ്ങൾ പഴയ ട്രിഗ്നോമെട്രി റിലേഷൻ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രഷ് അപ്പ് ചെയ്ത് വെച്ചാണ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ആവും. ഓക്കെ, സോ താങ്ക് യു.